ഹായ് ഡിയേഴ്സ്, ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വീഡിയോ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ കാണിക്കുന്നത്. കുറേ പേര് നമ്മളോട് പാൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും കാണാറുണ്ട് നമ്മുടെ വിസ്മയുടെയും ബ്ലോസത്തിൻ്റെ ഇന്നർ വെയേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ ടിൻ ബേഡ്സിൻ്റെ ഒരുപാട് പാൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ഷോപ്പിൽ കസ്റ്റമേഴ്സ് വന്ന് എടുത്തുകൊണ്ട് പോകുന്നതല്ലാണ്ട് നമുക്ക് ഓൺലൈനിൽ കാണിക്കാൻ പറ്റാറില്ല. അറിയാമല്ലോ, കുർത്തീസിൻ്റെ വീഡിയോസ് തന്നെയാണ് നമ്മൾ ഡെയിലി ഇടാറ്. കാരണം അത് തന്നെ നമുക്ക് കൊണ്ടുവരുന്ന സ്റ്റോക്ക് മുഴുവൻ കാണിക്കാൻ പറ്റുന്നില്ല. കിഡ്സിൻ്റെ ഒരു കളക്ഷൻസും നേരെ ചൊവ്വേ കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പറ്റുന്ന പോലെയാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത് ടിൻ ബേഡ്സിൻ്റെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുള്ള പാൻറ്റുകളാണ് കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കൂടുതൽ കളേഴ്സോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു പോയാൽ ഇതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വീഡിയോസിൽ കാണിക്കും. എനിക്ക് അത്ര പെട്ടെന്ന് ഒരുപാട് ഐറ്റംസ് കുർത്തികൾ കാണിക്കുന്ന പോലെ കാണിച്ച് പോകാൻ പറ്റില്ല. പലതും പല സൈസാണ്, പലതും പല മോഡലാണ്, പല റേറ്റാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് അങ്ങനെ കാണിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി ഒരു 2-3 വീതം ഞാൻ കാണിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാണിക്കുന്നതിൽ ഐറ്റം നിങ്ങൾ ഓർഡർ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോനെ ബേസ് ചെയ്ത് ഓർഡർ ക്ലോസ് ചെയ്യും. പിന്നെ ഉള്ളത് പതുക്കെ കാണിക്കാം. അല്ല, നിങ്ങൾ കൂടുതൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പറയാം. അത് ഈ പാൻസിൻ്റെ കേസിൽ ഓക്കെയാണ്. പക്ഷേ ഇന്നർ വേസിൻ്റെ കേസിൽ നമുക്ക് അത്ര എളുപ്പമല്ല പറയാനായിട്ട്. കാരണം അത് ചെക്ക് ചെയ്യണം. ഒരുപാട് 38 ആണെങ്കിൽ 38 സി കപ്പ് ഉണ്ട്, ഡി കപ്പ് ഉണ്ട്, ബി കപ്പ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കപ്പുകളൊക്കെ ഉണ്ട്. അതിൽ തന്നെ പല മോഡലുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ വീഡിയോയിൽ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടിയും അതൊന്ന് പഠിച്ചിട്ടാണ് ഞാൻ അതെന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് കിടക്കുന്നത് ആദ്യമേ പാൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് മെറ്റാലിക് പാൻറ്റ് എന്ന് പറഞ്ഞാൽ ടിൻ ബേഡ്സിൻ്റെ പുതിയൊരു ഐറ്റമാണിത്. ഭയങ്കര അവർ പറഞ്ഞത് ഭയങ്കര അവർക്ക് മൂവ്മെൻ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഇതെന്നാണ്. കാരണം എല്ലാവർക്കും ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ചില നല്ല കുർത്തികൾ എടുത്തിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള ബോട്ടം ഇടുമ്പോൾ അതിന് അത്ര ഒരു റിച്ച് ലുക്ക് തോന്നണമെന്നില്ല. ഇപ്പം ഇച്ചിരി കൂടി ഗ്ലേസിങ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു റിച്ച് ലുക്ക് നൽകും. അല്ല, സിമ്പിളായിട്ടുള്ള കുർത്തിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിലും ഇതുപോലെ ബോട്ടം കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കൊരു ലുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കൈൻഡ് ഓഫ് ഇതിൽ വെച്ചിട്ടാണ് അവരത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടും ഓർഡേഴ്സ് ഉള്ള ഒരു ഐറ്റമാണ് ഈ മെറ്റാലിക്കിൽ പാൻറ്റ്. ഇത് വന്നിട്ട് കോട്ടൺ ആണ്. സ്ലബ് സിൽക്ക് പോലെ ഇരിക്കുമെങ്കിലും സ്ലബ് സിൽക്കിൻ്റെ അത്ര കട്ടിയല്ല. ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കണ്ടോ ഒരു ഗ്ലേസിങ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ മെറ്റീരിയൽ വൈസ് സൂപ്പറാണ്. ഇത് നമ്മൾ കാണിക്കുന്ന പാൻസുകളെല്ലാം ടിൻ ബേഡ്സിൻ്റെയാണ്, ബ്രാൻഡഡുകളാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പണ്ട് കൊണ്ടുവരാറുള്ള പാൻറ്റുകളെ പോലെയല്ല, അത് കോട്ടൺ ആണ്. പക്ഷേ ഇത് കണ്ടോ, ഇതിന് കുറച്ചും കൂടി ഗ്ലേസിങ്ങും അവരുടെ ഒരു ഉള്ളിൽ നിന്നാണ് ആ ഒരു ടൈ പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു ബ്രാൻഡിൻ്റേതായ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് XL സൈസിൻ്റെ മെറ്റാലിക്കിൽ വരുന്ന ഇതിൻ്റെ കളർ ഇതിൽ ഒരു മെൻഷൻ ചെയ്തിട്ടുള്ളത് ഒരു പ്ലം റെഡ് എന്നുള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് കളറുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, അവർക്ക് അവരുടേതായ ഒരു കളർ ചാർട്ടുകളുണ്ട്. ഇത് ഞാൻ മെറൂണാണ് വെയർ ചെയ്തിട്ടുള്ളത്. ഇതൊരു പ്ലം റെഡ് കണ്ടോ, ഒരു കളർ ചേഞ്ച് വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വരും. ഇത് നമുക്ക് ഷോർട്ട് ടോപ്പിൻ്റെ കൂടെ ആണെങ്കിലൊക്കെ കംഫർട്ടായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും. കാരണം 2 സൈഡിലേക്ക് പോക്കറ്റൊക്കെ കൊടുത്ത് സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ വെയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ബോർഡിൽ അവരുടെ പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസ്പ്ലേകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 599 സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതൽ XXL വരെ അവൈലബിൾ ആണ്. മീഡിയം, ലാർജ്, XL, XXL കേട്ടോ. അപ്പോൾ ഓരോന്നിനും വേസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് വ്യത്യാസം വരും. ലെങ്ത്തും അതുപോലെ തന്നെയാണ്. ഒരു 30 എമ്മിന് ഒരു 35, 36 ലെങ്ത്ത് വരിക. അങ്ങനെ കൂടി XXLന് ഒരു 38 റേഞ്ച് വരെയാണ് ലെങ്ത്ത് വരുന്നത്. 38 ആ റേഞ്ചിലേക്ക് ലെങ്ത്ത് വരും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് കാണിക്കുന്നത് പ്ലം റെഡിൻ്റെ കളറാണ്. മീഡിയം ടു XXL ആണ്. എല്ലാത്തിനും 599 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത കളർ വന്നിട്ട് ഇതുണ്ടോ, സെക്കൻഡ് കളർ. നമ്മുടെ കയ്യിലുള്ള എല്ലാ കളേഴ്സും നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഇല്ല. നിങ്ങൾക്ക് ഈ പാൻറ്റിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആക്കണം എന്നുള്ളവരുണ്ടെങ്കിൽ യൂട്യൂബിൽ താഴെ കമൻറ്റ് പറയുക. അപ്പോൾ നമ്മൾ ആ കളേഴ്സ് റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ. ഇത് വരുന്നത് ഒരു ഹണി എന്നാണ് ഇതിന് കളർ കൊടുത്തിട്ടുള്ളത്. എക്സാക്റ്റ് കളർ പറയാൻ എനിക്കറിയില്ല. ഇതിൽ ഹണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹണി എന്ന് തന്നെ പറയുന്നു കേട്ടോ. ആ ഒരു കളർ ചാർട്ടിൽ വരുന്നതാണിത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് XXL ആണ്. XXL സൈസ്. നല്ല നമുക്ക് വേസ്റ്റിനൊക്കെ നല്ല വിഡ്ത്ത് കിട്ടും. അതുപോലെ ഹിപ്പൊക്കെ ആണെങ്കിലും നല്ലോണം കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. താഴത്തേക്കാണെങ്കിലും കുറച്ച് വിഡ്ത്തും കാര്യങ്ങളും പോകുന്നുണ്ട്.
ഇതെല്ലാം ഇവരുടെ ബ്രാൻഡിൻ്റെ ആ ഒരു ഇതാണ്. ഇതിൽ നമുക്ക് നമ്മുടേതായ ഒരു മെഷർമെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ബ്രാൻഡിന് നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നല്ല മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഹണി എന്ന് പറഞ്ഞ ഒരു കളറാണ്. അടുത്ത കളർ വന്നിട്ടുള്ളത് സിൽവർ കളറാണ് കേട്ടോ. ഇത് കണ്ടോ, മെറ്റാലിക്കിൻ്റെ ഒരു ഗ്ലേസിങ് വരുമ്പോൾ നമുക്ക് ഒരുപാട് പാൻറ്റുകൾക്ക് നമുക്ക് ഈ സിൽവർ പാൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. നല്ല മെറ്റീരിയലുമാണ് വരുന്നത്. രണ്ട് സൈഡും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഉള്ളിലേക്ക് ഡെപ്തായിട്ട്. ഇപ്പോൾ ഈ സിൽവറിൻ്റെ കളർ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എം സൈസാണ്. അപ്പോൾ അതിന് അത്ര വേസ്റ്റ് വരില്ല. ഇപ്പോൾ എമ്മും ഇതും തമ്മിൽ വെച്ച് കാണിക്കുമ്പോൾ ഞാൻ കാണിക്കാം. ഇപ്പോൾ എം ഇതുണ്ടോ, XXL ഇത്ര വ്യത്യാസം വരുന്നുണ്ട്. ലെങ്ത്തും വ്യത്യാസത്തിൽ വരുന്നുണ്ടാവും. താഴത്തേക്കുള്ള വീതി, ലെങ്ത്ത് എല്ലാത്തിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. മീഡിയം ടു XXL വരുമ്പോൾ ചെറുത് നമുക്ക് അങ്ങനെ അതന്നെ ഉപയോഗിച്ചോളണമെന്നൊന്നുമില്ല. ഇത്തിരി ലൂസായിട്ട് കിടന്നൊന്നും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ട് കിടന്നൊന്നും വെച്ചാൽ കുഴപ്പമില്ല എന്നുള്ളവർ അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഈ 3 കളേഴ്സാണ് മെറ്റാലിക് പാൻറ്റ് എന്ന് പറയുന്നതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഓർഡർ എടുക്കുമ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞെടുക്കാം കേട്ടോ. മീഡിയം മുതൽ XXL സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. പ്രൈസ് വരുന്നത് 599 രൂപയാണ്. അടുത്ത കളക്ഷൻ കാണാം. അടുത്ത് കാണിക്കുന്നത് ഷിമ്മറിലാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഷിമ്മർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്കിൻ ഫിറ്റ് പോലെ കിടക്കുന്നതാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. ഒരു പ്രത്യേക തരം മെറ്റീരിയലാണ്. ഭയങ്കര ഗ്ലേസിങ് ഒക്കെ ആയിട്ട് കിടക്കുന്നതാണ്. നമ്മുടെ പാർട്ടി വെയർ കളക്ഷനുകൾക്ക് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ കൈമക്കോടെ തൊടുമ്പോൾ അത്രയും ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ടിൻ ബേഡ്സിൻ്റെ ഷിമ്മറാണ്. സിൽവറും ഗോൾഡനും ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 749 രൂപയാണ് കേട്ടോ. അറിയാലോ, ബ്രാൻഡിനും അതിൻ്റെ ക്വാളിറ്റിയും ആ ഒരു സാധനത്തിന് അതിൻ്റേതായ ഒരു പെർഫെക്ഷനും ഉണ്ട്. അതുകൊണ്ടാണ്. സൈസ് സ്റ്റാർട്ട് വരുന്നത് S മുതൽ 2XL വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് സിൽവറിൻ്റെ ഫസ്റ്റ് ഐറ്റം വരുന്നത്. ഇതൊരു ആംഗിൾ ലെങ്ത്ത് ഒരു പാറ്റേണിലായിരിക്കാം. ഇപ്പോൾ ഇത് ഏത് സൈസ് XL ആണ്. XL ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നോർമൽ ഫുൾ ലെങ്ത്തിലേക്ക് വരും. ഇനി അതാത് സൈസുകാർ എടുക്കുമ്പോൾ സൈസ് ചെറുത് ഇങ്ങനെ ലെങ്ത്ത് കൂടി വരും. അടുത്ത വരുന്നത് ഒരു ഗോൾഡ് മൈൻ എന്നാണ് ഇതിൽ ഇവർ പേരിട്ടിരിക്കുന്നത് കേട്ടോ. ഗോൾഡ് മൈൻ. ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് XL തന്നെയാണ്. ഗോൾഡ് മൈൻ. ഓക്കെ, 749 ആണ് കേട്ടോ. 749 രൂപയാണ് വരുന്നത്. നല്ല കംഫർട്ടായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. S മുതൽ 2XL വരെ. അടുത്ത ഐറ്റം കാണാം. അടുത്തത് വരുന്നത് കുർത്തി പാൻറ്റ് എന്ന് പറയും. സ്ലീക്ക് കുർത്തി പാൻറ്റ് എന്നാണ് ഇതിൻ്റെ എക്സാക്റ്റ് പേര് വരുന്നത്. ഇത് വന്നിട്ട് ഒരു റയോൺ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടാണ്. ഇവിടെ നിന്നല്ല, പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലുലുന്നാണ്ട് എടുത്തിട്ട് ഭയങ്കര രസമാണ്. എന്താ പറയുക, കോട്ടണിലെ പോലെയല്ല, ഒരു ലെഗിൻസിൻ്റെ ടൈപ്പിൽ വരുന്ന മെറ്റീരിയലിൽ തന്നെ ഇച്ചിരി കട്ടി കൂടിയ ടൈപ്പാണ്. ലൂസ് ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. അങ്ങനത്തെ ഒരു നമുക്ക് ഒട്ടും പിടുത്തം വരില്ല. ലെഗിൻസിൻ്റെ പോലെ ഇങ്ങനെ ഇറുകി കിടക്കുന്ന ടൈപ്പല്ല. നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വിത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് 2 സൈസായിട്ടുള്ള വരുന്നത്. ഇതിലൊന്ന് സൈസ് വരുന്നത് 2XL 3XL അങ്ങനെയാണ്. 2 സൈസും കൂടി ഒരുമിച്ച് ചെയ്തത്. 2XLകാർക്കും 3XLകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അത്രയും വിഡ്ത്തും സ്പേസും നമുക്ക് ഇതിന് കിട്ടും. മെറ്റീരിയൽ വൈസ് കോട്ടൺ അല്ല, ഒരു പ്രീമിയം റയോൺ മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അങ്ങനെയാണ് റയോൺ. അല്ലാണ്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എഴുതിയിട്ടില്ല. അങ്ങനെയാണ്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഒരു കളർ എഴുതിയിട്ടുണ്ട്. കുർത്തിയുടെ ഡീറ്റെയിൽസൊക്കെ ഇവർ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ, അങ്ങനെ വരും. ഇതാണ് ഫസ്റ്റ് കളർ. ബ്ലാക്ക് ആണ് വരുന്നത്. സെക്കൻഡ് കളർ വരുന്നത് ഇതുപോലെ ഒരു കാരമൽ കളർ എന്നൊക്കെ പറയും. നമ്മളിതിനെ സ്കിന്നെന്നോ ചിക്കൂന്നോ സാൻഡൽ എന്നൊക്കെ പറയും. ഇവർക്ക് എക്സാക്റ്റ് അതിൻ്റേതായ കളറുകളുണ്ട്, പേരുണ്ട് കേട്ടോ. അങ്ങനെ കേട്ടോ, കാരമൽ കളർന്നോ അങ്ങനെ ഉണ്ടാണ് ഇതിൽ പറയുന്നവർ. ഓക്കെ, ഇതും സൈസ് ചാർട്ട് XL 2XL to 3XL ഒരു സൈസ്, പിന്നെ LXL അത് 2 കൂട്ടർക്കും കൂടി ഒരു സൈസ്. അങ്ങനെയാണ് പറയുക. L/XL എന്നാണ് എഴുതിയേക്കുന്നത്. Lകാർക്കും XLകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പും 2XLകാർക്കും 3XLകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പും. അങ്ങനെ ഈ കാണിക്കുന്ന എല്ലാതും അങ്ങനെ വരുന്നതാണ് കേട്ടോ. 3XLകാരാണെങ്കിലും 2XLകാരാണെങ്കിലും ഇതെടുക്കാം. ഇനി L ആണെങ്കിലും XL ആണെങ്കിലും ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ സൈസ് എടുക്കാം. അടുത്തത് വരുന്നത് ബ്ലൂ ആണ്. നേവി ബ്ലൂ ആണ് കേട്ടോ. നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറാണ് വരുന്നത് കേട്ടോ.
ഭയങ്കര കംഫർട്ടാണ് ഇത് യൂസ് ചെയ്യാൻ കേട്ടോ. അടുത്തത് വരുന്നത് വൈറ്റ് ആണ്. ഇത് ഉജ്ജാലമുഖ്യമരത്തെ വൈറ്റ് അല്ല, ഒരു പേൾ വൈറ്റ് എന്ന് പറയും. വൈറ്റ് സാധാരണ എനിക്ക് പുറത്തെടുക്കാൻ അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. കണ്ടോ, പേൾ വൈറ്റ് എന്നൊക്കെ പറയും. ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 649 രൂപയാണ് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ പാക്കിങ് വരുന്നത്. കണ്ട് അറിയാലോ, ടിൻ ബേഡ്സിൻ്റെ ആ ഒരു പാക്കിങ്ങും കാര്യങ്ങളും പോകുന്നത് ഇങ്ങനെയാണ്. നമ്മളിവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അവരുടെ തന്നെ സ്റ്റാൻഡിലാണ് നമ്മളിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷോപ്പിൽ സെയിലുള്ളതാണ്. നമ്മൾ കസ്റ്റമേഴ്സിന്, നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിനെ മറന്ന് നമുക്കൊരു കളിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടി കുറച്ചേശായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പേൾ വൈറ്റ് ആണ്, ഡാർക്ക് നേവി ബ്ലൂ ആണ്, ഒരു കാരമൽ കളറാണ്, ബ്ലാക്ക് ആണ്. ഇതിന് പോക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 സൈഡ് പോക്കറ്റ് ഉണ്ട്. നിങ്ങളിതെന്തായാലും സാമ്പിളിന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ വിചാരിക്കും അയ്യോ എനിക്ക് മറ്റേതിന് ആ ഒരു പ്രൈസ്, പക്ഷെ ആ പ്രൈസിനുള്ള ക്വാളിറ്റി ഇതിനുണ്ടായിരിക്കും. അതാണ് ആ ഒരു ബ്രാൻഡിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. മേടിച്ച് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. 649 L മുതൽ 3X വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. ഇപ്പോൾ 4 കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇനി ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമുക്ക് അതൊറ്റയടിക്ക് ഡിസ്പ്ലേയിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട്, ഷോപ്പിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സ്റ്റോക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇനി കൊണ്ടുവരാം. നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ, അപ്പോൾ അതിനനുസരിച്ച് കൊണ്ടുവരാം കേട്ടോ. അടുത്തത് നമ്മൾ കുറച്ച് ഇന്നർ വെയർ ആണ് കാണിക്കുന്നത്. ഇനി കാണിക്കുന്നത് ബ്രായാണ്. അതിൽ ഞാൻ ഇപ്പം കാണിക്കുന്നത് ഡി കപ്പാണ് കാണിക്കുന്നത്. ഡി കപ്പിൽ ഇനിയും ഒരുപാട് ഐറ്റം കാണിക്കാനുണ്ട്. ഇപ്പോൾ കോട്ടൻ്റെ കുറച്ച് ഐറ്റം മാത്രമാണ് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത് കേട്ടോ. കോട്ടൺ അല്ലാണ്ട് ഇനി ഒരുപാട് നമ്മുടെ ബനിയൻ ടൈപ്പിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്ലോസത്തിൽ വരുന്ന ഒരു ഐറ്റം, വിസ്മയിൽ വരുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത്. ഡി കപ്പാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാൻ പാടുള്ളത് എന്ന് കസ്റ്റമേഴ്സ് പറയുന്നതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് അറിയുണ്ടാവും, നമുക്ക് സാധാരണ ബ്രാൻഡ് സൈസ് 34, 36, 38, 40 അങ്ങനെയൊക്കെ പോവും. അപ്പോൾ അതിൽ തന്നെ ബി കപ്പ് ഉണ്ട്, സി കപ്പ് ഉണ്ട്, ഡി കപ്പ് ഉണ്ട്. അതെങ്ങനെ അളക്കണ്ടേന്നൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. ഓരോരുത്തർക്കും അതിൻ്റേതായ കപ്പ് സൈസ് ഉപയോഗിച്ചാലാണ് കറക്റ്റ് ഷേപ്പിലും ഭംഗിയിലൊക്കെ നിൽക്കാമെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് അറിയില്ലെങ്കിൽ അതൊന്ന് നോക്കി വയ്ക്കാം. എന്നിട്ട് ഏത് കപ്പാണോ വേണ്ടതെന്ന് പറയാം. അതിൻ്റെ ഇങ്ങനെ എടുത്തിട്ടൊരു മെഷർമെൻറ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് കണക്കൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല. കുറേ പേർക്ക് അത് അറിയുണ്ടാവും. പിന്നെ നമ്മളത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ലല്ലോ. അപ്പം അങ്ങനെ വേണമെന്നുള്ളവർ അങ്ങനെ നോക്കുക. അല്ലെങ്കിൽ ഹെവി ബസ്റ്റൊക്കെ ഉള്ളവർക്ക് വലിയ കപ്പാണ് ഉപയോഗിക്കേണ്ടത്, ഡി കപ്പാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കുക. എനിക്ക് അത്രയും ഇപ്പോൾ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ കാണിക്കുന്നത് ബ്ലോസത്തിൻ്റെ ആണ് കേട്ടോ. ഇത് കോട്ടൺ ആണ് കാണിക്കുന്നത്. ഇന്ന് കാണിക്കുന്നത് കോട്ടണിലാണ്. ഇതാണ്ടാവും. ഇതിവിടെ ഇങ്ങനെ ഒരു കട്ടിങ് പോയിട്ട്, അല്ല സ്റ്റിച്ചിങ് പോയിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോവും. നല്ല ഒരു ഐറ്റമാണ് വരുന്നത്. നല്ല ഹെവി ബസ്റ്റ് ഉള്ളവർക്ക് കോട്ടണിൽ കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡി കപ്പിൽ വരുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 38 ആണ് കേട്ടോ. 38 എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ 38. അതിൽ ഡി കപ്പാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 370 ഈ സ്കിൻ കളറിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. സ്കിൻ കളറിൽ മാത്രമാണ്. ഇതിൻ്റെ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡീറ്റെയിലിംഗ് കാണിക്കാൻ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിൻ്റെ ഷേപ്പ് ചെയ്ത് കാണിക്കുന്ന മാനിക്യൂർ നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇതിങ്ങനെ ക്രോസാണ്. പിന്നെ താഴ്ത്തുനിന്ന് ഒരു സപ്പോർട്ടിങ് സ്റ്റിച്ചിങ് കൂടി പോയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു റൗണ്ട് നെക്ക് പോലെ പോയിട്ടുണ്ട്. ഇത് 38 ഡബിളായിട്ടുള്ള ഹുക്കാണ് വരുന്നത്. എൻ്റെ കയ്യിൽ വേറെ ഇരിക്കുന്നത് 36, പക്ഷെ അതിന് 3 ഹുക്ക് വീതം വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പം 36 രണ്ടും 2 പാറ്റേണാണ്. ഇവിടെ ഇങ്ങനെയാണ് ഇലാസ്റ്റിക് വരുന്നത്. ഇവിടെ ഇങ്ങനെയും കൂടി കുറച്ചും കൂടി വ്യത്യാസമായിട്ടുണ്ട്. 36 കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ പോലെയാണ് എനിക്ക് 36 തോന്നുന്നത് കേട്ടോ. ഓരോ പ്രാവശ്യം പുതിയ മാറ്റങ്ങൾ അവർ തന്നെ കൊണ്ടുവരുന്ന അവർ പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച്. അപ്പോൾ ഇത് 36-ൻ്റെയും 38-ൻ്റെയും ഡി കപ്പിൽ വരുന്ന ബ്രായാണ്. ബ്ലോസത്തിൻ്റെയാണ് വരുന്നത്. അതിൻ്റെ പാക്കറ്റ് ഇതാ ഇങ്ങനെ വരും കേട്ടോ. പ്ലസ് സൈസ് ബ്രാ എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ 36, 38 കപ്പ് സൈസിലുള്ളതാണ് ഇപ്പം ഞാൻ കാണിച്ചത്. പ്രൈസ് 370. ഇതിൻ്റെ എല്ലാം അടുത്ത സൈസുകൾ 34, 36-ൻ്റെയൊക്കെ ബിയും സിയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ 36, 38 ഈ പാറ്റേണിൽ വരുന്നതിൽ ഡി കപ്പ് ഉള്ളത്. ഇനി വിസ്മയുടെ കാണിക്കാം കേട്ടോ. അടുത്തത് വിസ്മയ ബ്രാൻഡിൻ്റെയാണ്. അതിൻ്റെ സ്ട്രാപ്പ് കുറച്ചും കൂടി
വീതിയുള്ള ടൈപ്പാണ്. താഴെയും ഇങ്ങനെയാണ് ഇലാസ്റ്റിക് വരുന്നത്. 3 ഹുക്കാണ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇതും ഡി കപ്പ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത്രയും സ്പേസ് വരുന്നുണ്ട്. ഉള്ളിൽ കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. നോർമലിനേക്കാളും വിട്ട ഒരു തുണി ഇതിൽ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നേരത്തെ കാണിച്ച നമ്മുടെ ബ്ലൗസത്തിൻ്റെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് പോയിട്ട് താഴത്തേക്ക് ഇങ്ങനെ പോകും. അതുപോലെ തന്നെ പിന്നെ സ്ട്രാപ്പും ഇതും ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. മെറ്റീരിയലിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ രണ്ട് ബ്രാൻഡാണെന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വേണ്ട, നല്ല സൈസുള്ള ഒരു ബ്രായാണ്. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത് 40D ആണ് കേട്ടോ. 40 സൈസിൽ വരുന്ന നല്ല നീളവും വീതിയും ഒക്കെ ഉള്ള സ്പൈ. അപ്പോൾ വലിയ സൈസുകാർക്കാണ് എപ്പോഴും ബ്രാസ് കിട്ടാൻ പാടുള്ളത്. 34, 36, 38 ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവിടെയും എപ്പോഴും കിട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഈ സൈസ് ചൂസ് ചെയ്യാൻ കാരണം കേട്ടോ. ഇതിപ്പോൾ 40-ൽ ഇത് കളർ വന്നിട്ടൊരു മോർ ഷെയ്ഡൊക്കെ പോലത്തെ ഒരു കളറാണ്. ഇത് ഒരു സൈസസിൽ 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് ഈ ഒരു കളറ്, പിന്നെ അതിൻ്റെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു കോഫി പോലത്തെ ഒരു ഷെയ്ഡ്, പിന്നെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ ടോണിൽ വരുന്ന ഒരു കളറ്, പിന്നെ വൈറ്റ്. ഇങ്ങനെ 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4ഉം 40D ആണ് ഈ സെറ്റിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 355 രൂപയാണ്. 355 ആണ് കേട്ടോ. അപ്പോൾ 40 സൈസാണ് ഞാൻ കാണിച്ചിട്ടുള്ള ഡി കപ്പ്. ഇതിൻ്റെ 38D, 36D, 34D അങ്ങനെ 4 സൈസസിലും ഇതേപോലെ 4 കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് 355 ആണ് കേട്ടോ. 355 ആണ്. ചിലർക്ക് ഞാൻ മലയാളത്തിൽ പറയുമ്പോൾ പുറമേ ഉള്ള വേറെ സ്ഥലങ്ങളിലുള്ളവർക്ക് പ്രൈസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പക്ഷെ അങ്ങനെ ചിലപ്പോൾ ഏതാണോ വായിൽ വരുന്നത് അങ്ങനെ പറയണമെന്നുള്ളൂ. ഞാനിവിടെ എഴുതി കാണിക്കുക കേട്ടോ. 355 ആണ് പ്രൈസ് വരുന്നത് പെർ പീസിന്. നിങ്ങൾക്ക് ഇതിൻ്റെ എത്ര പീസ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നാലും ഇതെല്ലാം നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നിങ്ങൾക്ക് ബാൻഡ് വെച്ച് നോക്കിയിട്ടോ അല്ല പ്രൈസ് വെച്ച് നോക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ട് മെറ്റീരിയലും ക്ലോത്തും ഒക്കെയാണ്. രണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ഓരോന്ന് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ഏതാണ് കംഫർട്ടെന്ന് നോക്കാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്നത് ഡി കപ്പിൽ വരുന്ന ബ്ലോസത്തിൻ്റെയും വിസ്മയുടെയും ആണ് കാണിച്ചത്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ടൈപ്പ് ബ്രാസും പാൻറ്റീസും അതുമാതിരി ക്യാമിസോൾ എന്ന് പറയുന്ന ഷിമ്മി പോലെ ഇടുന്നത്, വീതിയുള്ള സ്ട്രാപ്പ് വരുന്നത്, തിന്നായിട്ടുള്ള സ്ട്രാപ്പ് വരുന്ന, അങ്ങനെ ഷിമ്മി പോലെ നമ്മൾ ക്യാമിസോൾ എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട്. എനിക്കതങ്ങനെ എല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുടർന്ന് വീഡിയോസിൽ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോസായിട്ട് കുർത്തീസിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്തിടില്ല. എനിക്ക് ഓർഡർ എടുക്കുന്ന സമയത്ത് വട്ടം ഇടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് എൻക്വയറി എടുക്കുക. നിങ്ങൾക്ക് വേണ്ട സൈസ്, നിങ്ങൾക്ക് വേണ്ട കളർ പറഞ്ഞ് കൃത്യമായി മെൻഷൻ ചെയ്ത് അയക്കാം. പിന്നെ ഒരു കാര്യം, ഇന്നർ വെയേഴ്സിന് നമുക്ക് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഒരു സ്ഥലത്തും അത് പോസിബിൾ അല്ല. നിങ്ങൾ ഇട്ട് നോക്കി നമുക്ക് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പിന്നേഴ്സ് നിങ്ങൾക്ക് വേണ്ടത് ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെങ്കിൽ എനിക്കത് ഓക്കെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഒരു കാരണവശാലും ഇന്നേഴ്സിന് റിട്ടേൺ ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.